നിയോളം പ്രസിഡന്റ് ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ബഹുമാനായ ജോസഫ് ചാമക്കാല അവരുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും പാർട്ടിയുടെ സീനിയർ നേതാവുമായ ബഹുമാനായ EJ അസിസാർ, പാർട്ടിയുടെ ഓഫീസ് ചുമതലയുള്ള സെക്രട്ടറി ബഹുമാനായ സന്നിധ കേടം, ബഹുമാനായ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സജി, ജില്ലാ വൈസ് പ്രസിഡന്റ് സാബു ചേട്ടൻ, മുൻ ബ്ലോക്ക് മെമ്പറും പാർട്ടിയുടെ നേതാവുമായ ബഹുമാനായ ജോർജ് വടക്കേക്കുറ്റ്, യൂത്ത് ഫണ്ടിന്റെ നേതാക്കന്മാരായ സണ്ണി മാന്ത്ര, സാബു കണിപ്പറമ്പിൽ, യൂത്ത് ഫണ്ടിന്റെ നിയോളം അടക്കമുള്ള പാർട്ടിയുടെയും യൂത്ത് ഫണ്ടിന്റെയും സമുന്നതരായ നേതാക്കന്മാരെ, ജനാധിപത്യങ്ങളെ, സുഹൃത്തുക്കളെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് കോട്ടയം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പാർട്ടിയുടെ കൺവെൻഷനുകളും സമ്മേളനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സമ്മേളനത്തിന്റെ പ്രകടനം നടക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പള്ളി നിയോജക മണ്ഡലത്തിന്റെ ശക്തി പ്രൗഢിയും വിളിച്ചോതുന്ന പ്രകടനമാണ് നിങ്ങൾ ഇവിടെ കാഴ്ചവെച്ചത് എന്ന് അഭിമാനപൂർവ്വം തന്നെ ഞാൻ അമുഖമായി തന്നെ പറയട്ടെ. ഇവിടെ ബഹുമാൻ ജോസഫ് ചാമക്കാല സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ജനപ്രതിയായിരുന്നിട്ടുള്ള, MLA ആയിരുന്നിട്ടുള്ള, മന്ത്രിയായിരുന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ നേതാവും UDFന്റെ സമുന്നതനായ നേതാവുമായ KM മാണി സാറിനെതിരായിട്ടാണ് ഗൂഢാലോചനയുമായി ഇവിടെ ഒരു വിഭാഗം കടന്നു വന്നിരിക്കുന്നു, വ്യവസായി കടന്നു വന്നിരിക്കുന്നു. നമുക്കറിയാം, കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ ഗൂഢാലോചനയുടെ പത്മവ്യൂഹത്തിൽ നിന്നും KM മാണി സാറിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുവാനുള്ള ശക്തി കേരളത്തിലെ കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട് എന്ന് പുതുപ്പള്ളിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും. സ്നേഹിതരെ, ആ വേഗിൽ കേരള രാഷ്ട്രീയത്തിന് ശക്തമായ സ്ഥാപനങ്ങൾ ചെയ്തിട്ടുള്ള, ഒഴുക്കിനെതിരെ നീന്തി കേരള രാഷ്ട്രീയത്തിൽ തനതായ വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള നേതാവാണ് ശ്രീമാൻ KM മാണി സാർ എന്ന് ഒരു കേരള കോൺഗ്രസുകാരന് അഭിമാനപൂർവ്വം തന്നെ പറയുവാൻ കഴിയും. ഇപ്പൊ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പിണറായി സഖാവ് പറയുന്നത്, പഞ്ഞിൻ പറയുന്നത്, കേരള നിയമസഭയിൽ KM മാണി സാറിനെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നു, CPMന്റെയും CPIയുടെയും തറവാട് സ്വത്താണോ കേരള നിയമസഭ എന്ന് പറയുന്നത്? മാർച്ച് മാസം 13-ാം തീയതി ഭരണഘടന നൽകുന്ന അവകാശത്തെ ചവിട്ടി നിന്നുകൊണ്ട് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് കൂടി പറയുവാൻ കഴിയും. നമുക്ക് പിണറായി വിജയന്റെയും പന്യൻ രവീന്ദ്രന്റെയും ഒന്നും ഔദാര്യം നമുക്ക് വേണ്ട എന്ന് പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മൾ കണ്ടല്ലോ, ആരോപണവുമായി ഒരു മദ്യവ്യവസായി ചാനൽ ചർച്ചയിൽ വരുന്നു, മറ്റ് ചാനലുകൾ അത് ഏറ്റെടുക്കുന്നു. നമ്മൾ പത്രം വായിച്ചും TV കണ്ടും കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടല്ലോ. ഏഷ്യാനെറ്റിലെ കവർ സ്റ്റോറി എന്ന് പറയുന്ന പരിപാടിയുണ്ട്, സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്ന കവർ സ്റ്റോറി എന്ന് പറയുന്ന പരിപാടി. ആ പരിപാടിയിൽ ബിജു രമേശിനെ സിന്ധു സൂര്യകുമാർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ 20 കോടിയുടെ ആരോപണമായിട്ടാണല്ലോ കടന്നു വന്നത്, ഇപ്പോൾ നിങ്ങൾ മറ്റാരോപണങ്ങളൊന്നും പറയുന്നില്ലല്ലോ, നിങ്ങളിപ്പോൾ KM മാണി എന്ന നേതാവിനെ മാത്രമാണല്ലോ കടന്നാക്രമിക്കുന്നത്, അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യം അവർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി കൊണ്ട് നിങ്ങളത് TV-യിൽ കണ്ടു കാണും.
CPM-ന്റെ മന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് എനിക്ക് ബിസിനസ്സുമായി തിരുവനന്തപുരത്ത് നടക്കാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മറ്റു കക്ഷികളുടെ നേതാക്കന്മാർക്കെതിരായിട്ടാണ്, മന്ത്രിമാർക്കെതിരായിട്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ എനിക്ക് അത് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നടക്കാൻ കേരള കോൺഗ്രസിനൊട്ടും KM മാണിക്കിട്ടും ഒന്ന് പറഞ്ഞു നോക്കുകയാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ സിന്ധു ശിവകുമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ കേരള കോൺഗ്രസിനും KM മാണിക്കുമെതിരെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നു, കേരള കോൺഗ്രസ് പാർട്ടിയെയും KM മാണിയെയും ആർക്കും കൊട്ടാവുന്ന അജണ്ടയല്ല, അതിനെ സംരക്ഷിക്കുവാനുള്ള ശക്തിയും ആർജവും നമുക്കുണ്ട്. നമ്മൾ 1964 കേരള രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 24 സീറ്റ് നേടിയ കേരളത്തിലെ വ്യക്തിത്വം തെളിയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമ്മൾ ചിന്തിക്കണം, കേരളത്തിലെ 50 വർഷക്കാലം കേരള നിയമസഭയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 50 വർഷക്കാലമായി അതിന് നേതൃത്വം കൊടുക്കുവാൻ കഴിയുന്ന നേതാവാണ് ശ്രീമാൻ KM മാണി. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഡാസുമായി വരുന്നവരോട് പറയുന്നു, വെടിക്കെട്ടുകാരനെ ഉടുത്തുകുട്ടിയാരും പേടിപ്പിക്കണ്ട എന്ന് തന്റെ ഇടത്തോടുകൂടി പിണറായി സഖാവിനോടും പന്ന്യൻ രവീന്ദ്രനോടും നമ്മൾ പറയുന്നു. നിങ്ങൾ കണ്ടല്ലോ, CPI-യുടെ നേതാക്കന്മാരൊക്കെ ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് എന്താണ് കാണിക്കുന്നത്, പറയുന്നത്? പന്ന്യൻ രവീന്ദ്രനെ ഓടിച്ചിട്ട് പിടിച്ചിട്ടും സെക്രട്ടറി സ്ഥാനം വേണമെന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. ഇപ്പോൾ ഉടനെ നമ്മുടെ കോട്ടയത്താണ് സമ്മേളനം നടക്കുന്നത്, ഉടനെ സെക്രട്ടറിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്താണ് കാരണം? CPI-യുടെ 3 നേതാക്കന്മാർ കേരള സമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഏത്തയിടുന്നതും CPI പാർട്ടിയുടെ മുന്നിൽ നിന്നുകൊണ്ടും ഏത്തയിടുന്നതും നമ്മൾ കണ്ടില്ലേ? എന്തിനാണ്? പാർട്ടിയുടെ പാർലമെന്റ് സീറ്റ് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു. ആ 3 പേരും എത്ര വാങ്ങി, അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രനും കൂടെ കൂടി വരുന്ന 4 പേര് എത്ര വാങ്ങി എന്നുള്ളതേ ഉള്ളൂ. ആ പന്ന്യൻ രവീന്ദ്രനാണ് ഒരു മദ്യപയുടെ ആരോപണത്തിന്റെ പേരിൽ ശ്രീമാൻ KM മാണി രാജിവെക്കണം എന്ന് കേരളത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ളൂ ചാനൽ ചർച്ചകളിൽ നമ്മുടെ സുനിൽകുമാർ MLA സുനിൽകുമാർ ചാനൽ ചർച്ചകളിൽ ഇരുന്നു കൊണ്ട് പറയുവാണ്, ശ്രീമാൻ KM മാണി കേരളത്തിൽ ധനമന്ത്രി രാജിവെച്ച് മിസ്റ്റർ മാണിയായി ആരോപണത്തെ നേരിടണം എന്നാ പറയുന്നത്. നമ്മളാരും മറന്നിട്ടില്ലല്ലോ, കേരളത്തിൽ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അന്നും CPI-ക്ക് മന്ത്രിമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ് മന്ത്രി? KP രാജേന്ദ്രനും ബിനോയ് വിശ്വവും മന്ത്രിമാരായിരുന്നു. ഭൂമി ഇടപാട് എന്തായിരുന്നു? ഇടപാട് സേവി മനോ മാത്യു എന്ന് പറയുന്ന വിദ്വാൻ സർക്കാർ ഭൂമി വിറ്റ് KP രാജേന്ദ്രനെയും ബിനോയ് വിശ്വത്തിനെയും സ്വാധീനിച്ച് സർക്കാർ വിറ്റ് കാശാക്കി പോക്കറ്റിലിട്ടു. വിഷയമായി കേരള നിയമസഭയിൽ പ്രതിപക്ഷം വിളക്കി പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷം ബഹുമാനായ KM മാണി സാർ ഉൾപ്പെടെ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ CPI-യുടെ മന്ത്രിമാർ രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് സെക്രട്ടറി പന്ന്യൻ അയ്യനാശാനാണ്. വെളിനാശാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, ഒരു അന്വേഷണവുമില്ല, ഒരു രാജിവെപ്പുമില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ എല്ലാവരുടെയും ചെലവിൽ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്ന ലജ്ജാകരമായ കാണുന്നത്. നമുക്കറിയാമല്ലോ എന്താണ് കേരളത്തിന്റെ പ്രതിപക്ഷം ഇപ്പോൾ കാണിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നമ്മൾ കണ്ടല്ലോ. കേരളത്തിലെ പാവപ്പെട്ടവന്റെ വിഷയം ചർച്ച ചെയ്യും, യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയം സഭ മുഴുവൻ സംഘടിതമാക്കി
MLA മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള